എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 25+ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്, ഒരു ഓയിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എന്താണെന്നറിയോ? വിറ്റമിൻ ഇ ഓയിൽ. ഈ വിറ്റമിൻ ഇ ഓയിലിനെ കുറിച്ച് ഗുണങ്ങൾ ഒരുപാടാണ്, നമുക്കറിയാമല്ലേ. നമ്മുടെ ആൽമണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് വിറ്റമിൻ ഇ. അപ്പോൾ ഈ ഒരു വിറ്റമിൻ ഇ ഓയിൽ നല്ല കാരിയർ ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഏതെങ്കിലും ഓയിൽസിലൂടെ ബ്ലെൻഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ പല ടൈപ്പ്, ഇതിൻ്റെ കുറേയധികം യൂസസ് ആണ് നമ്മളിന്ന് കാണാൻ പോണത് സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ടിയിട്ട്. അതായത് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിലും ഫേസിലൊക്കെ വരുന്ന റിങ്കിൾസിനെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സെൽസ് ഒക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് ഒരു പരിധി വരെ കൺട്രോൾ, ആ ഒരു സെൽസ് ഡാമേജ് ആവണേനെ ഒരു പരിധി വരെ എന്താ പറയുക കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ചെറുപ്പാക്കി, നമ്മുടെ ഫേസ് കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക പഫിനെസ്, ഒരു തൂങ്ങിയിരിക്കുന്ന പോലത്തേക്ക് നമ്മളൊരു മസാജ് ഒക്കെ കൊടുത്ത് ഇത് വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ചെറുപ്പായിട്ട് നല്ല ടൈറ്റൻ ആയിട്ട് സ്കിന്നൊക്കെ ആയിട്ട് നമുക്ക് നല്ലോണം ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് ഹെയറിനാണെങ്കിൽ നല്ല തിക്നെസ് ഉണ്ടാവും. നമ്മളൊരു പ്രായമാവുന്ന ഒരു ഉള്ളു കുറയില്ലേ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള മുടിയും അതുപോലെ തന്നെ നല്ല കറുപ്പും, മുടിക്ക് ആ ഒരു കൊഴിച്ചിലും ഡാമേജും ഒന്നും വരാതെ അത്യാവശ്യം കുറച്ചധികം നാൾ നമ്മുടെ മുടി സെയിം ആ ഒരു നമുക്ക് ചെറുപ്പകാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞധികം വൈകിക്കണില്ല, ഇതിൻ്റെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഈ വിറ്റമിൻ ഇ ഓയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് നമ്മളിന്ന് കാണുന്നത്. പല രീതിക്കും അടിപൊളിയായിട്ട് വർക്കാവുന്നതാണ് വിറ്റമിൻ ഇ ഓയിൽ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് നല്ലോണം വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് പിമ്പിൾസ് കൂടും. അപ്പം നമ്മളെപ്പോഴും ഇത് കാരിയർ ഓയിൽ, അതായത് നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പിമ്പിൾസ് ഒന്നും വരാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഞാനിത് കാണിക്കാൻ പോണ വിറ്റമിൻ ഇ ഓയിൽ ഇതൊരു പെയ്ഡ് കൊളാബറേഷൻ ഒന്നല്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയ ബ്രാൻഡ് നോക്കി ഞാൻ മേടിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല ബ്രാൻഡ്, നല്ല ക്വാളിറ്റി, നല്ല പ്യൂർ ആയിട്ടുള്ള വിറ്റമിൻ ഇ ഓയിൽ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നോക്കി മേടിക്കാം. ഞാൻ വാങ്ങിച്ചുള്ളതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പല രീതിക്കും ഇത് നമുക്ക് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വിറ്റമിൻ ഇ ഓയിൽ ഇതാണ്. ഞാൻ മുൻപ് ചെറിയ ബോട്ടിലാണ് മേടിച്ചിരുന്നത് കേട്ടോ. നമുക്ക് ഗ്ലാസ് ബോട്ടിൽ വിറ്റമിൻ ഇ ഒരു എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ പോലത്തെ ചെറിയ ബോട്ടിൽ. പിന്നെ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായോടുകൂടി ഞാൻ കുറച്ച് വലിയ ബോട്ടിലാണ് ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് വിറ്റമിൻ ഓയിൽ 100 ml ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇപ്പോൾ പുതിയത് മേടിച്ചതാ. ഇത് ബ്രാൻഡ് കാര്യങ്ങളൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ താഴെ ഇത് ടാഗ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെയ്ഡ് കൊളാബറേഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ പലരും വിചാരിക്കും ഇതൊരു എന്താ പറയുക പെയ്ഡ് കൊളാബറേഷൻ ആണെന്ന്. അതല്ല, നിങ്ങൾക്ക് ഏത് വിറ്റമിൻ ഇ ഓയിൽ നമുക്ക് സ്കിന്നിനും ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിറ്റമിൻ ഇ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഗുണം നോക്കാം. നമ്മുടെ ലിപ്സിൽ വിറ്റമിൻ ഇ ഓയിലിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ചുണ്ടുകൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി നിറയെ വരകളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചുക്കി ചുളിഞ്ഞിരിക്കുകയാണ്, ഒരു കാണുമ്പോൾ ഒരു പ്ലം ആയിട്ട് ഫീൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഒരു ചുവന്നുള്ളി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് ചതച്ചിട്ട് അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ എടുത്തേക്ക് അതിലേക്ക് വിറ്റമിൻ്റെ ഈ ഓയിൽ ഉണ്ടല്ലോ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കിടക്കാൻ പോണ നേരത്ത് ഇങ്ങനെ ചുണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്. കാരണം ഭയങ്കര പ്ലം അതുപോലെ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ് ആവും. ചുണ്ടിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു സ്കിന്ന് നല്ലോണം അടിപൊളിയാവും കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ നോക്കൂ. അതുപോലെ നമ്മളൊരു 1 വീക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് മനസ്സിലാവും. ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പം നമുക്ക് ഇങ്ങനെ ആ ഒരു ലിപ്സ് കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് പിങ്കിഷ് ഗ്ലോ ആയിട്ടും കിട്ടും. അടുത്തത് വന്നിട്ട് നമ്മുടെ ഐബ്രോ ഗ്രോത്തിന് വേണ്ടിയിട്ട് വിറ്റമിൻ ഇ ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് വിറ്റമിൻ ഇ ഓയിൽ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്ക് അവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ പക്ഷേ അവണക്കെണ്ണ എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടും. അവണക്കെണ്ണ ഫേസിൽ എവിടെയെങ്കിലും തൊട്ടാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ കുരു വരും. അതുകൊണ്ട് എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിലും നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ കൈ തട്ട് എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നെറ്റിമി കഴിഞ്ഞാൽ അപ്പോൾ കുരു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അവണക്കെണ്ണ, അതായത് നമ്മുടെ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ ഇതന്നെ മതി, കുറച്ചെടുക്കുക. ജസ്റ്റ് നമ്മുടെ ഐബ്രോയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് ഐബ്രോയിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ നല്ലൊരു മസാജിങ് ഓയിലായിട്ട്, നമുക്ക് മസാജിങ് ക്രീമായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് പുറത്തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഷാർപ്പനായി നമുക്ക് ആ ഒരു ഏജ് ആയെന്ന് തോന്നിക്കാത്ത രീതിയിൽ യങ് ആക്കി വെക്കാനും, നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫേസിലെ സ്കിന്നുണ്ടല്ലോ അതിൻ്റെ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറാനും, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് ഈ വിറ്റമിൻ ഇ ഓയിൽ കൊണ്ട് നമുക്കൊരു മസാജിങ് ക്രീം പ്രിപ്പയർ ചെയ്യാം. ഇത് നമുക്ക്
കുളിക്കണേക്കാൾ തൊട്ട് മുന്നേ കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജിങ്ങൊക്കെ കൊടുത്ത് ഒരു റിലാക്സ് ആയി മസാജൊക്കെ കൊടുത്ത് നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഫേസ് മസാജ് ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വിറ്റമിൻ ഇ ഓയിൽ വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാ പറ്റുകയെന്ന് വെച്ചാൽ അത് എടുക്കുക. ഞാനിപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 6-7 ഡ്രോപ്പ് വേണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ നമുക്കിത് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6-7 ഡ്രോപ്പ് നമുക്കിത് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നേരമില്ലാത്തവർക്കാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം, പുറത്ത് തന്നെ വെക്കാം. ഒരു 6-7 ഡ്രോപ്പ് വിറ്റമിൻ ഇ ഓയിലും 2 വലിയ സ്പൂൺ അലോവേര ജെല്ലും എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ജാറിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് ഇത് നമ്മൾ കുളിക്കണേക്കാളും ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ നമ്മളിത് ആദ്യം ഫേസിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് എല്ലാവരും തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുശേഷം നമുക്ക് കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചെവി, നെക്ക് എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഓക്കെ ആവണം കേട്ടോ. ഈ വിറ്റമിൻ ഇ ഓയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ആദ്യം പാച്ച് ടെസ്റ്റ് നോക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ചെറിയ ചെറിയ മസാജിങ് ടെക്നിക്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ലോണം എന്താ പറയുക ഇങ്ങനെ ആ ഒരു ഷാർപ്പൻ ആവാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ കുറച്ചും കൂടി ടൈറ്റായി റിങ്കിൾസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനും ഒക്കെ ഇതിന് നല്ലതാണ്. അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് ഈ ഒരു സീരീസിൽ, ആന്റി ഏജിങ് സീരീസിൽ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അടുത്തത് ഇതുകൊണ്ട് നമുക്ക് സെറം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഓറഞ്ചിന്റെ എന്താ പറയുക തൊലി ഉണ്ടെങ്കിൽ നല്ലതാ. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓറഞ്ചിന്റെ തൊലി നമ്മൾ അലോവേരയിൽ നന്നായി കഴുകിയിട്ട് പഴുത്ത ഓറഞ്ചിന്റെ തൊലി നമ്മൾ അലോവേരയിൽ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ഡിപ്പ് ചെയ്ത് ഇട്ട് വെക്കുക. തലേന്ന് സോക്ക് ചെയ്യാൻ വെക്കുക അലോവേര ജെല്ലിൽ. പിറ്റേ ദിവസം ഏകദേശം ഒരു 3 ഓറഞ്ചിന്റെ ഒക്കെ തൊലി തന്നെ മതി. ഒരു 3-4 സ്പൂൺ അലോവേരയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഞരടി അതിൻ്റെ അത് ഒരു തുണിയിൽ പിഴിഞ്ഞെടുക്കുക എക്സ്ട്രാക്റ്റ്. പിറ്റേ ദിവസം നമ്മൾ നന്നായിട്ട് ഞരടിയിട്ട് ഒരു തുണിയിൽ നന്നായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ എക്സ്ട്രാക്റ്റിലേക്ക് ഒരു 2-3 അല്ലെങ്കിൽ 5-6 ഡ്രോപ്പ് വിറ്റമിൻ ഓയിൽ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലേക്ക് സൂക്ഷിച്ചാൽ നമുക്ക് നല്ലൊരു സിറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഓറഞ്ചിന്റെ പീലില്ല, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരാത്തത്. അടുത്തത് നമ്മൾ കാണാൻ പോണത് നമ്മുടെ മോയ്സ്ചറൈസിലും അതുപോലെ തന്നെ ബോഡി മോയ്സ്ചറൈസറിലും നമുക്ക് വിറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മോയ്സ്ചറൈസർ വിറ്റമിൻ ഇ അല്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നിലാസെറപ്സിന്റെ നമ്മൾ ഓൾറെഡി പണ്ടേ തന്നെ നമ്മുടെ എന്താ പറയുക മോയ്സ്ചറൈസറിൽ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ഇറക്കണത്. എന്താണെന്ന് വെച്ചാൽ അത്രയും ബെനിഫിറ്റ് ആണ് വിറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന്, അത്രയും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മോയ്സ്ചറൈസറിൽ നമുക്കിത് പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള അലോവേര മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോൾ പലർക്കും നമ്മുടെ മോയ്സ്ചറൈസറിൽ വിറ്റമിൻ ഇ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. മോയ്സ്ചറൈസറിൽ വിറ്റമിൻ ഇ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ എടുക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിറ്റമിൻ ഇ ഓയിൽ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഈ ഭാഗത്ത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് പിമ്പിൾസ് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്കിത് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താനായിട്ട്. അപ്പോൾ ലിപ്സിലും നമ്മുടെ ഐബ്രോയിലും കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മുടെ നിലാസെറപ്സിന്റെ മോയ്സ്ചറൈസർ ശരിക്കും ഇതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വേറെ മോയ്സ്ചറൈസർ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് കാണിച്ചു തരുന്നു. കുറച്ച് മോയ്സ്ചറൈസർ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ മോയ്സ്ചറൈസറിലും നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസറിൽ നമുക്ക് 1 ഡ്രോപ്പ് വിറ്റമിൻ ഇ ഓയിൽ ജസ്റ്റ് 1 ഡ്രോപ്പ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിന് ഇങ്ങനെ അമർത്തുമ്പോൾ ഒത്തിരി പാടുണ്ട്. ഓക്കെ, 1 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. 1 ഡ്രോപ്പ് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ ഇങ്ങനെ ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മളിത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഡിഫറൻസ് തോന്നിക്കൂട്ടോ, നമ്മളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അറിയാം. ഇട്ട് കൊടുക്കുക.
അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസറിൽ നമുക്ക് വിറ്റമിൻ ഇ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നിലാസെറപ്സിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് ഒരു 1 സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് നമുക്കിങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു സപ്പിളാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അബ്സോർബായിട്ട് അങ്ങനെ പോവും. മോയ്സ്ചറൈസറിൽ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ എണ്ണ പോലെ ഇരിക്കില്ല. നിങ്ങൾ ആദ്യം തന്നെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാച്ച് ടെസ്റ്റ് നമ്മൾ ആദ്യം ഒരു 1 വീക്കൊക്കെ നമ്മൾ കുറേശ്ശെ മോയ്സ്ചറൈസറിൽ ആഡ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ബോഡി മോയ്സ്ചറൈസറിൽ നമ്മുടെ വിറ്റമിൻ ഇ ഉണ്ടോ എന്നുള്ളത് നോക്കണത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നിലാസെറപ്സിന്റെ ബോഡി മോയ്സ്ചറൈസർ വിറ്റമിൻ ഇ റിച്ച് ആട്ടോ. കാരണം ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ആൽമണ്ട് ആണ്. ആൽമണ്ട് ബോഡി മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോഡി ലോഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ബോഡി ലോഷനിൽ വിറ്റമിൻ ഇ ഇല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ബോഡി മോയ്സ്ചറൈസറിൽ പിന്നെ നമുക്ക് ഇഷ്യൂ ഇല്ല. അങ്ങനെ ബോഡിയിൽ അങ്ങനെ കുറെ പിമ്പിൾസ് വരുന്നല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് മോയ്സ്ചറൈസർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വിറ്റമിൻ ഇ ആഡ് ചെയ്യാം, 1 ഡ്രോപ്പ്. ബോഡിയിലേക്ക് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. 1-2 ഡ്രോപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? നമ്മുടെ ബോഡിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എസ്പെഷ്യലി നമുക്ക് രാത്രിക്ക് എടുക്കാൻ നേരത്ത് കൈമയും കാലും ഇടുന്നത് ഭയങ്കര നല്ലതാട്ടോ. നമുക്ക് ആ ഒരു ഭയങ്കര ഒരു സപ്പിളായിരിക്കും നമ്മുടെ സ്കിന്ന്. രാവിലെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സപ്പിൾ ആൻഡ് ആ ഗ്ലോ ഒക്കെ ഉണ്ടാവും. ബോഡിയിൽ നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസറിൽ വിറ്റമിൻ ഇ ഇല്ലെങ്കിൽ നമുക്കിത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ വിറ്റമിൻ ഇ ഒരു 2 സ്പൂണൊക്കെ നമ്മുടെ ബോഡി മോയ്സ്ചറൈസിങ് ലോഷനിൽ നമുക്ക് ഒഴിച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് വെക്കാം, നന്നായി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ നമ്മളറിയാണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടും കേട്ടോ. കണ്ടില്ലേ? അടുത്തത് വന്നിട്ട് നമ്മൾ ഹെയറിന് എങ്ങനെയാണ് വിറ്റമിൻ ഇ ഓയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല ഭംഗിയാക്കി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല തിക്കാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് 2 കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആദ്യത്തെ കാര്യം, നമുക്കൊരു സ്പ്രേ ബോട്ടിലിൽ നമുക്കൊരു സ്പ്രേ മിസ്റ്റ് ഉണ്ടാക്കാം. ഹെയർ സ്പ്രേ എന്താണെന്നറിയോ? നമ്മുടെ മുടി പലരുടെയും ഈ പെട്ടെന്ന് അതായത് ഇങ്ങനെ കെട്ടുപിടിക്കുന്ന മുടി അത് ഡീടാങ്കിൾഡ് ചെയ്യാനായിട്ട് നമുക്കിത് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹെയറിൽ നമുക്കൊരു സ്പ്രേ മിസ്റ്റ് അല്ലെങ്കിൽ ഹെയർ സെറ്റിംഗ് മിസ്റ്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് റോസ് വാട്ടറോ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളം എടുക്കുക, നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ ഇവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ഒരു വിറ്റമിൻ ഇ എന്താ പറയുക ഇതില്ലേ നമ്മുടെ ഓയിൽ, അത് നമ്മൾ ജസ്റ്റ് നമ്മൾ കുറച്ച് ഒരു 5-6 ഡ്രോപ്പ് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. മതി, അത്രയും മതി. അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ മുടിക്കൊന്നും ആവശ്യമില്ല കേട്ടോ. കാരണം എൻ്റെ മുടി ഓൾറെഡി ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന കാരണം ഭയങ്കരമായിട്ട് പപ്പറവറായിട്ട് കിടക്കുന്ന മുടിക്കാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര പിന്നെ അതുപോലെ നമുക്ക് കെട്ട് തീർക്കാനും പറ്റാത്ത മുടിക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. കണ്ടില്ലേ? നമുക്കൊരു സ്പ്രേ മിസ്റ്റായി. ഇത് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഇങ്ങനെ സ്പ്രേ ഉണ്ട്. നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ട് പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പുറമെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മുടിക്ക് നല്ലൊരു പ്രൊട്ടക്ഷനുമാണ്. നമ്മൾ കണ്ണി കണ്ട ഈ ജെല്ല് സ്പ്രേകൾ ഒക്കെ ഇടുന്നേക്കാളും ഇത് നല്ലതാണ്. ഇത് നമ്മളിങ്ങനെ പതുക്കനെ ചീർപ്പ് വെച്ചിട്ടൊക്കെ നമ്മുടെ മുടിയുടെ ജട അതായത് കെട്ട് തീർക്കുക, ഡീടാങ്കിൾഡ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുടി ഒതുങ്ങി കെടുക്കുകയും ചെയ്യും. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈ ഹെയറുകാർക്കാണെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണ ഒട്ടുമില്ല. ഇപ്പോൾ എൻ്റെ മുടിയാന്ന് പറയുമ്പോൾ എണ്ണ ഒട്ടും അല്ല. ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ വീണ്ടും അവരുടെ മുടി നല്ല സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. സെറ്റിങ്സ് ഭയങ്കര ഒരു സെറ്റായിട്ടിരിക്കും. അതായത് ഒതുങ്ങി നല്ല ഷൈനി ആയിട്ടിരിക്കും. അതിനിത് ഭയങ്കര നല്ലതാട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ വന്നിട്ട് നമ്മൾ ഹെയറിൻ്റെ അടുത്തൊരു ഹാക്കാട്ടോ. വിറ്റമിൻ ഇ ഓയിൽ വെച്ചിട്ട് നമ്മുടെ മുടി നല്ല തിക്കായിട്ട് നല്ല ഗ്രോത്ത് കൂടാനായിട്ട് നമുക്കൊരു ഹെയർ പാക്കാണ് വിറ്റമിൻ ഇ ഓയിൽ വെച്ചിട്ട്. കുറേയൊന്നും വേണ്ട, ആഴ്ചയിൽ 1 തവണ മതി ഈ പാക്ക് യൂസ് ചെയ്യണത്. നമ്മളെപ്പോഴും പാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 1 തവണയൊക്കെയാണ് ഞാനെപ്പോഴും പറയാം. ടോട്ടൽ 3 ടൈം നമ്മൾ ഹെയർ വാഷ്, 2 ടൈം നമ്മൾ ഹെയർ ഓയിലും 1 തവണ ഹെയർ പാക്ക്. അപ്പോൾ ഈ ഹെയർ പാക്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഓയിൽ നിങ്ങൾ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. സ്പെഷ്യലായിട്ട് ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമ്മുടെ മുടി നല്ല സിൽക്കി ആയി നല്ല സോഫ്റ്റ് ആയി അതുപോലെ തന്നെ നല്ലോണം നല്ല എന്താ പറയുക ഉള്ളായിട്ട് വരാനും നല്ലോണം ഗ്രോത്ത് ആവാനും ഈ വിറ്റമിൻ ഇ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ.
നിങ്ങൾക്ക് ഏത് പാക്കിൽ വേണമെങ്കിലും വിറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് നല്ല സിൽക്കി നല്ല തിക്കായിട്ട് തോന്നിക്കണ ഒരു പ്രോട്ടീൻ മാസ്ക് ആണ് എടുക്കണത്. എഗ് വൈറ്റ് എടുക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എഗ് വൈറ്റ്. അതിലേക്ക് 1 സ്പൂണ് നമ്മുടെ വിറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മുടിയിൽ നമ്മൾ ഹെയർ പാക്ക് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ എന്നൊന്നും കയറി ഇടണ്ട. നമുക്ക് ആ നല്ല റിസൾട്ടിന് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ 2 ദിവസം ഓയിൽ നമ്മൾ ഓക്കെയാണ്, നമുക്ക് ജലദോഷപ്പനിയൊന്നും ഇല്ലെങ്കിൽ 2 ദിവസം ഓയിൽ ഇടുക, 1 ദിവസം നമ്മുടെ ഹെയർ പാക്ക് ഇടുക. അപ്പോൾ അത് ഏത് ഹെയർ പാക്കിൽ വേണമെങ്കിലും ഇത് ഇടാം. ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഗ് വൈറ്റിന്റെ പാക്കിൽ ഇട്ടു. വളരാൻ വേണ്ടിയിട്ട് ദേ നമ്മുടെ പാക്ക് കൂടി എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എഗ് വൈറ്റിൽ നിങ്ങൾ എഗ് വൈറ്റ് ഇടുന്നില്ല, എഗ് വൈറ്റ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ നമുക്ക് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ഹെയർ പാക്ക് ഇടുന്നത്, അതിപ്പോൾ ഒണിയൻ ഹെയർ പാക്കോ അല്ലെങ്കിൽ ഏതാ ഹെയർ പാക്ക്, ഉലു ഹെയർ പാക്കോ, അങ്ങനെ ഏത് ഹെയർ പാക്കാണ് നിങ്ങളുടെ ഫേവറേറ്റ് വെച്ചാൽ അതിൽ നമുക്ക് ഇതുപോലെ ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം എല്ലാവിടെയും. അപ്പം നമ്മുടെ ആ മുടിക്ക് നല്ല ഉള്ളും അതുപോലെ തന്നെ ഷൈനി ആയിട്ടിരിക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ 2 മണിക്കൂർ വെക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, എന്നിട്ട് നമ്മൾ ഷാമ്പു, മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ നല്ലൊരു താളി ഉപയോഗിച്ചിട്ട് കഴുകി കളയാട്ടോ. അത്രയും മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സെറ്റിംഗ് സ്പ്രേ, സെറ്റിംഗ് മിസ്റ്റ് ഉണ്ടല്ലോ, ആ മിസ്റ്റ് നമുക്ക് നമ്മുടെ മുടിയുടെ തുമ്പത്ത്, അതായത് ഇതാ ഈ തുമ്പ് ഭാഗമില്ലേ ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി സ്പ്ലിറ്റൻസ് ഉണ്ടാവണതിനും അതുപോലെ തന്നെ ആ ഒരു വളർച്ച മുരടിച്ച് നിൽക്കുന്നതിനൊക്കെ നല്ലതാണ് അങ്ങനത്തെ ആ ഒരു സ്പ്രേ മിസ്റ്റ് അടിക്കുന്നത്. ഈ സ്പ്രേ മിസ്റ്റ് നമുക്ക് എന്നും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. യൂസ് ചെയ്യാം കേട്ടോ, ചെറിയൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കാരണം. അപ്പോൾ അതെ എൻ്റെ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാനത് 2 ദിവസമായിട്ടുള്ളൂ ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് മുടി ഇതുപോലെ കെട്ടി വയ്ക്കാൻ പറ്റുന്നുണ്ട്. അതായത് സാധാരണ നമ്മൾ ഇത്ര വെച്ച് കെട്ടിയതല്ലേ, അപ്പോൾ അത് ഇത്ര വെച്ചിട്ട് ഷോൾഡറിൻ്റെ അത്ര ഇറക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി ഇങ്ങനെ ഇപ്പോൾ കെട്ടി വയ്ക്കാൻ പറ്റില്ല, എപ്പോഴും ഒരു ബണ്ണ് വേണമായിരുന്നു. ഇപ്പോഴത്തെ മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും, വളർന്നു. അപ്പോൾ നമ്മുടെ വിറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ അധികം ഗുണങ്ങളുണ്ട്. എങ്കിലും നമുക്ക് വീട്ടിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. നമ്മുടെ ലിപ്സിനും ഹെയറിനും അതുപോലെ തന്നെ ടോട്ടൽ ബോഡിക്കും ഫേസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നല്ലൊരു വിറ്റമിൻ ഇ ഓയിൽ കയ്യിലുള്ളത് നല്ലതാണ്. നിങ്ങൾക്ക് കാരിയർ ഓയിലായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇതുപോലെ പാക്കുകളിലും സിറങ്ങളിലും ക്രീമുകളിലും ഒക്കെ ആഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വിറ്റമിൻ ഇ ഓയിൽ നമ്മുടെ സ്കിന്നിന് നല്ലോണം നല്ല സപ്പിളൻ അതുപോലെ തന്നെ യങ് ആക്കി വെക്കാനും സ്കിന്നിൻ്റെ ചുളിവുകൾ ഒക്കെ ഒരു പരിധി വരെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഏജ് ആയിട്ടില്ല പക്ഷെ അതിന് മുന്നേ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിരിക്കുകയാണ്, ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സ്കിന്നിന് കുറച്ചും കൂടി നല്ല സപ്പിളായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് വിറ്റമിൻ ഇ ഓയിൽ നമ്മുടെ എന്താ പറയുക ഡെയിലി ലൈഫിൽ നമ്മൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും വെച്ചിട്ടാണ് വിറ്റമിൻ ഇ ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തത്. ഇനിയും ധാരാളം ഉണ്ട്, എങ്കിലും ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.